ഇത്തവണത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ റണ്ണറപ്പായി കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ടീമിൻ്റെ ഭാഗമായ എല്ലാവരെയും അതോടൊപ്പം KCയെയും ആദ്യമായും അഭിനന്ദിക്കട്ടെ. ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിലെത്തുന്നത്. അവിടെ നിന്നും മടങ്ങുന്നതാകട്ടെ ജയസമാനമായ ഒരു നേട്ടവുമായ കരുത്തരായ വിദർഭയെ ഒരു ഘട്ടത്തിൽ ആദ്യ ഇന്നിങ്സിൽ നമ്മൾ മറികടക്കും എന്നുവരെ തോന്നിച്ചു. അങ്ങനെ മറികടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് നമുക്ക് അനുകൂലമായേനെ. ഏതായാലും അടുത്ത തവണ കപ്പ് നേടുന്നതിലേക്കുള്ള ചവിട്ടുപടിയാകട്ടെ ഇത്തവണത്തെ ഫൈനൽ പ്രവേശനവും ഫൈനലിലെ മികച്ച പ്രകടനവും എന്ന് ആശംസിക്കുന്നു. കായിക ഇനങ്ങളോട് എന്നും മമതയുള്ള നാടാണ് കേരളം. നമ്മുടെ കായിക താരങ്ങൾ ഒളിമ്പിക്സ് വേദിയിലടക്കം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ അത്ലറ്റിക്സിലും ഗെയിംസിലും വിശേഷിച്ച് ഫുട്ബോളിൽ കേരളം നേടിയ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുണ്ട്. ക്രിക്കറ്റിനോടാകട്ടെ ഏറെ പ്രശസ്തമായ ഒരു ആത്മബന്ധമാണ് കേരളത്തിനുള്ളത്. തലശ്ശേരിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ക്രിക്കറ്റിൻ്റെ നാട് എന്ന് തന്നെയാണ്. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ദേശീയ പ്രശസ്തമാണ്. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിലും ദേശീയ മികവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ ക്യാപ്റ്റൻ സച്ചിൻ ബേയിയെയും പരിശീലകൻ അമയ് ഖുറേഷിയെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. അതിനൊപ്പം നിന്ന് ടീം വർക്ക് എന്താണെന്ന് തെളിയിച്ചു കൊടുത്ത എല്ലാ ടീം അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. പരിചയസമ്പന്നതയും യുവത്വത്തിന്റെ ചടുലതയും ഒരുപോലെ ഒന്നു ചേർന്ന വിന്നിംഗ് കോംബോ ആയിരുന്നു കേരള ക്രിക്കറ്റ് ടീം എന്ന് നിസ്സംശയം പറയാം. മുൻപൊരിക്കൽ രഞ്ജി ട്രോഫി സെമിയിൽ എത്തിയതായിരുന്നു ഇതിനു മുൻപ് നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. ഇക്കുറി നമ്മൾ അതിനെ മറികടന്നിരിക്കുന്നു. തോൽവി അറിയാതെയാണ് നമ്മൾ ഫൈനലിലെത്തിയത്. ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെയും സെമിയിൽ ഗുജറാത്തിനെയും കീഴടക്കി. അത്യന്തം ആവേശത്തോടെയാണ് കേരളത്തിലെ ഓരോ ക്രിക്കറ്റ് പ്രേമിയും ആ മത്സരങ്ങൾ വീക്ഷിച്ചത്. ബാറ്റർമാരുടെയും ബൗളർമാരുടെയും സന്തുലിതമായ പ്രകടനം നമുക്ക് മുതൽക്കൂട്ടായി. മുഹമ്മദ് അസ്റുദ്ദീനും സൽമാൻ നിസാറും ഈ സീസണിൽ 600 റണ്ണിലേറെ നേടി. അവർക്ക് പിന്തുണ നൽകിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ജലജ് സക്സേനയുടെ ഓൾറൗണ്ട് മികവ് നമുക്ക് നേട്ടമായി. ബൗളിംഗ് നിരയെ നയിച്ച ജലജ് സക്സേനയും ആദിത്യ സർവാദേയും കൂടി ഈ സീസണിൽ നേടിയത് 75ഓളം വിക്കറ്റുകളാണ്. അവരെ മറുനാടൻ താരങ്ങളെന്ന് ചിലർ വിശേഷിപ്പിക്കുന്നത് കണ്ടു. അങ്ങനെയല്ല കേട്ടോ, അവരും ഈ കേരള സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. ബൗളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് MD നിതീഷും വിജയത്തിന് ചുക്കാൻ പിടിച്ചു. ഇത്തരത്തിൽ ഓരോ താരവും അവരാലാകും വിധമുള്ള പ്രകടനം പുറത്തെടുത്തതുകൊണ്ടാണ് നമ്മൾ
കിരീട സമാനമായ നേട്ടം കൈവരിച്ചു. കേരളത്തിലെ ക്രിക്കറ്റിന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സമാനതകളില്ലാത്ത ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിക്കറ്റിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യ കാര്യങ്ങൾ ഒരുക്കുന്നതിൽ നമുക്ക് വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കാര്യം തന്നെ എടുത്താൽ മുൻപൊരു ക്രിക്കറ്റ് മത്സരം അരങ്ങേറുക മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലോ വെള്ളായണി കാർഷിക കോളേജ് ഗ്രൗണ്ടിലോ ഒക്കെയായിരുന്നു. ഇന്ന് ആ സ്ഥിതി മാറി. തുമ്പയിലും മംഗലപുരത്തുമെല്ലാം സ്റ്റേഡിയങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ 12ഓളം സ്റ്റേഡിയങ്ങളാണ് കേരളത്തിലാകെ KCA ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം ഉദ്യമങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. പ്രത്യേക കായിക നയം രൂപീകരിച്ച് മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന് കഴിയണം എന്നുകൂടി അഭ്യർത്ഥിക്കട്ടെ. രഞ്ജി ട്രോഫിയിലെ കേരളത്തിന്റെ നേട്ടം വളർന്നു വരുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ്. നമ്മുടെ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ തോതിൽ ഊർജം പകരാൻ ഈ നേട്ടത്തിന് കഴിഞ്ഞു. ആരോഗ്യമുള്ള മനസ്സും ശരീരവും വാർത്തെടുക്കാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കുന്നതിനും ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും എല്ലാവർക്കും കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.